ഗായ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായത്. ഓലിക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് കരുതി പോയതാണ്. പക്ഷെ കിട്ടിയത് തിരിക്കയിപ്പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി പുത്രൻ. മൂപ്പരെ പേര് ഐതിനാഥമാണ്. പക്ഷേ ഓനെ എല്ലാവരും ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും ഓനെ കാക്കൂന്ന് വിളിക്കണം. ഓനക്കായിട്ടിട്ട പേരാണ് കാക്കൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓനെ അതിനെ വിളിക്കല്. വ്ളോഗിൽ ഞാനിടയ്ക്ക് ഓനെ കാക്കൂന്ന് വിളിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഗായ്സ്, ഓൻ്റെ കളിക്ക് ശേഷം ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടിമ്മ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പോവൽ. പിന്നെ ഞങ്ങൾ പോന്നിട്ട് ഞങ്ങൾക്കൊന്ന് ATM കയറേണ്ടിനു. ഇന്നെങ്ങാട്ടിലും മുന്നിൽ ATM മുന്നിൽ വണ്ടി നിർത്തിയാൽ മതി, ആളപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഞാൻ എപ്പം പോകുമ്പോൾ ഇങ്ങനെ ഒപ്പം കൊണ്ടേ ശീലാക്കിയിട്ട് ഓനക്കും അറിയാം ATM പോയാൽ പൈസ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ആവേശത്തിലാണ് പൈസ വരുന്നതും കാത്ത് നിൽക്കുകയാണ്. പിന്നെ ഗായ്സ്, ഓൻ്റെ ആവേശം പോലെ തന്നെ ഓൻ തന്നെയാണ് പൈസ എടുത്ത് തന്നത്. പിന്നെ നമ്മളിതാ വണ്ടിമ്മ കയറി പോകാൻ നിൽക്കണം. ഞാൻ നേരെ പോയത് തിരുപ്പൂരിലേക്കാണ്. തിരുപ്പൂർ പറഞ്ഞാൽ ഫാമിലി മാൾ, ഇവിടെ കരാറുണ്ടുള്ളവർക്ക് അറിയാം കട. അപ്പോൾ ഉമ്മാനോട് ഡ്രസ്സ് എടുത്തോ, എന്താ നോക്കിയിരിക്കണത്, ഡ്രസ്സ് എടുത്തോളി എന്ന് പറഞ്ഞ പോലെ എക്സ്പ്രഷനാണിത്. ഇമ്മ ആകെ അത് ഷോക്ക് ആയിക്കണ്. കാരണം ഡ്രസ്സ് എടുക്കേണ്ട കാര്യം അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല അങ്ങനെ. അപ്പോൾ ഉമ്മ ഓരോന്ന് നോക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ കല്യാണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം. ഉമ്മാൻ്റെ ആങ്ങൾക്കുട്ടൻ്റെ കല്യാണമാണ്. എൻ്റെ ഇടയിൽ ഇവനിതാ ഓരോ തുണികളുടെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ കടക്കാരും ബലൂണും എടുത്തിക്കണം. അതിന്മേൽ കുറച്ച് നേരം കളിച്ച് നല്ല ഇതിലിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബലൂണ്, അതേപോലെ വാട്ടർ ബലൂണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവിടുത്തെ കടയിലത്തെ ഓരോ ടോപ്പുകളൊക്കെ നോക്കി. അടിപൊളി ഷോർട്ട് കുട്ടികളുണ്ട് ഒക്കെ എല്ലാതും. ഇവിടെ ഈ കടൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഒക്കെ റേറ്റ് കുറവാക്കരം, അതേപോലെ നല്ല അടിപൊളി സാധനം ഉണ്ടാവും. ഇത് പഴയ തിരുപ്പൂരായിരുന്നു ഈ കടയ്ക്ക്. എനിക്ക് തോന്നുന്നു കുറവാണ് വരൽ. അധികം ഞങ്ങൾ ഇവിടുന്ന് കേക്കത്തലക്കൊന്നും ഡ്രസ്സ് എടുക്കലില്ല. പക്ഷേ ഈ കട ഇപ്പോൾ റിന്യൂ ചെയ്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ വന്ന കസ്റ്റമർ ചിലപ്പോൾ ഞാനാക്കര. കാരണം ഒരു മാസം തന്നെ ഞാൻ 2-3 തവണയൊക്കെ ആയിട്ട് കടയിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. കാരണം നല്ല കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കുട്ടികളുടെ സെക്ഷനിൽ അടിപൊളി ഡ്രസ്സുകളുണ്ട്. ഡ്രസ്സ് മീൻസ് ഇവർക്ക് പറ്റിയ ടീഷർട്ട് കാര്യങ്ങൾ, ഫൈവ് സ്ലീവിൻ്റെ അധികം ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് എടുക്കൽ. എനിക്ക് ഡ്രസ്സ് അധികം എടുത്തിട്ടില്ല. പക്ഷേ മെയിനായിട്ട് കുട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരൽ. ഇപ്പോൾ ഞാനിങ്ങനെ ഓരോ ടോപ്പുകളൊക്കെ നോക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ബർത്ത്ഡേയായിട്ട് കെട്ടിയതിന് സർപ്രൈസ് ഒന്നും ഇല്ലയെന്ന് കരുതിയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി അവളോട് പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. അങ്ങനെ ഞാൻ ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്യലെടുത്തി. ഈ 2 ഡ്രസ്സാണ് ഞാൻ നോക്കിയത്. ഇതിൽ ഫസ്റ്റത്തെ പർപ്പിൾ കളറിലെ ഡ്രസ്സാണ്, ലാവൻഡർ ആ കളർ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ഇഷ്ടമായി, എന്നാലും അതാണ് ഒന്നും കൂടി ബെറ്ററായി തോന്നിയത്. ഇതാണ് നമ്മളെ കട വരുന്നത്. ഇത് കടൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയാണ്. ഞാൻ ഇവിടേക്ക് വന്നാൽ എന്തായാലും ഒരു വട്ടം വന്നോ 2-3 പ്രാവശ്യം പഠിപ്പിച്ച് എന്തായാലും പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഗൈസ്, നമ്മളെ പർച്ചേസിന് ശേഷം നമ്മൾ ബില്ലടക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ചേച്ചിയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോ എടുക്കണ കണ്ടിട്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, കേക്ക് വാങ്ങാൻ. അങ്ങനെ നമ്മൾ കേക്കത്തല അവിടെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ പോയി. ഈ ജൂലൈ മാസം ആയപ്പോൾ തൊട്ട് ഞാൻ കുട്ടീനോട് വെറുതെ പറഞ്ഞു, മെച്ചിൻ്റെ ബർത്ത്ഡേ ആവാനായിക്കണ്, ഈ മാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങിയതാണ് മെച്ചിൻ്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങണ്ടേ, അമ്മച്ചിക്ക് കേക്ക് വാങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക വിളിക്കുമ്പോൾ വരച്ചിലും കാര്യങ്ങളും. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേക്ക് നമുക്ക് എപ്പോഴേലും കിട്ടുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഇഷ്ടം പോലെ കേക്കുകളുണ്ടായിരുന്നു. ഓനെ ഇത് കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു 1/2 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ അതിന്മേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇതുകൊണ്ട് നേരെ പോകേണ്ടത് നമ്മളെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങളിവിടെ കട്ട് ചെയ്തിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കലാണ്. ഇപ്രാവശ്യം അവിടെ പോയിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മളെ ചങ്ങായി എന്തോ കാര്യമായിട്ട് കേക്കിൻ്റെ കവർക്ക് നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് കത്തി കണ്ടിട്ടാണ് തോന്നുന്നത്.
പിന്നെ ഞാൻ എന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത്. ഞാനും ഉമ്മിയൊക്കെ മേടിച്ചാൽ നോക്കി, പക്ഷേ ഓൻ തന്നില്ല. ഓനെന്നെ പിടിച്ചോളാം, കേടെടുത്തൂല, കേക്ക് ഇതാക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞത് ചെരിയും പോകുന്നൊക്കെ. പിന്നെ നമ്മൾ അതായിട്ട് നേരെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നാത്തൂൻ്റെ വീട്ടിൽ പോകണ വഴിയിലാണ് ഇവിടെ ചർക്കൽ പാർക്ക്. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കണുണ്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഈ ചർക്കൽ പാർക്കിൻ്റെ അവിടെ അടിപൊളി വ്യൂ ആയിട്ട് ഒരു മലയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് മറ്റേ മേഘം ഇറങ്ങിയിട്ട് നല്ല വ്യൂ കിട്ടീനു. ഇതാ നാത്തൂൻ്റെ കുട്ടീനെ റോട്ടിൽ നിന്ന് കണ്ട് അവള് കടയിൽ പോയിട്ട് വരികയാണ് തോന്നുന്നു. കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കോ, ഞാനിക്ക് പോകാൻ പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ നാത്തൂൻ്റെ വീട്. മറ്റോ കേക്കോട് ഓടി പോകുന്നുണ്ട് അമ്മായിനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഗൈസ് മറ്റോ ചെന്ന് അവൻ്റെ അമ്മായിനെ വിളിച്ചുകൊണ്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് പുറത്തെത്തി എന്നോട് ഓരോന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിക്കും ഓനും മോളും തമ്മിൽ ഒരു മാസത്തെ മാറ്റമുള്ളൂ. 1 മാസം കൊണ്ട് ഓൾക്കാണ് കൂടുക. അതുകൊണ്ട് തന്നെ ഓൾ തമ്മിൽ നല്ല ബോണ്ടാണ്. അമ്മായിൻ്റെ എല്ലാ ശ്വാസം മക്ക് സർപ്രൈസ് ആയിങ്ങാണ്ട് ഒരു ചുരിദാറും എനിക്കൊരുണ്ടോ. അപ്പോൾ ഗായ്സ് മേലെന്ന് നല്ല പാട്ടിൻ്റെ ഇതിനൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചെന്ന് നോക്കട്ടെ. അളിയനുണ്ട് തോന്നുന്നു അവിടെ. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സ്വന്തമായിട്ട് എനിക്കൊരു ഹോം തിയേറ്ററൊക്കെ ഉണ്ട്. അവർ റൂം ഫുൾ അതിനായിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിക്കണം. അപ്പോൾ അതിൻ്റെ ഷാളാണ് ഇട്ടിരിക്കുന്നത്. അതും വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ്, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ അളിയൻ റെഡിയായി താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിൻ പരിപാടി നടക്കണ്ടേ. പിന്നെ കുട്ടികൾ രണ്ടാളും ഇവിടെ നല്ല കളിയിലാണ്. ബാക്കി ബലൂൺ വെച്ചിട്ടും ബലൂൺ വെച്ചിട്ടും. എനിക്ക് പിന്നെ ഈ 2 പെങ്ങന്മാരെ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാനവനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓനോനപ്പം അങ്ങനെ കളിച്ച് നടക്കും. നമ്മൾ ചെയ്തിട്ടുണ്ടാവും കേക്ക് മുറിക്കാതെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ കാറ് കാണിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാറാണ്. അപ്പോൾ ഇത് റിന്യൂവലിന് കൊണ്ടുപോയി കഴിഞ്ഞു. റിന്യൂവൽ കഴിഞ്ഞപ്പോൾ കൊണ്ട് വെച്ചിരിക്കുന്നത് ആൾ പോയാൽ പിന്നെ ആളിൻ്റെ അടുത്താണ്. കാരണം വേറെ വീട്ടിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ കാർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെയാണ് വെക്കല്. അളിയൻ ഗൈസ് വരുമ്പോൾ പണി ചെയ്തതും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു. എൻ്റെ ഇടയിൽ ഇവളോട് ഞാൻ ആരുടെ ബർത്ത്ഡേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മായിൻ്റെ ആണെന്ന് പറഞ്ഞ് കേക്ക് മുറിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു. കേക്കൊക്കെ ഉണ്ടോയെന്നില്ല ഇതിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കേക്ക് മുറിച്ചാൽ വേണ്ടി കണ്ട് ഓണേൻ്റെ ഇടയിൽ ഇവിടെ കുപ്പാടാതെ പാമ്പസും അപ്പം നടക്കാൻ പറ്റും. ഞാൻ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നുകൊണ്ട് ഡ്രസ്സ് ഊരിട്ടതാണ്. അങ്ങനെ ഓളെ ഉടുപ്പ് ഇടിപ്പിക്കുന്നുണ്ട്. കേക്ക് മുറിച്ചല്ലേ ഭയം വാങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ കേക്ക് മുറിച്ചാൻ പോവാണ്. അപ്പോൾ പിന്നെ കേക്ക് എടുത്തപ്പോഴാണ് അത് സത്യം മനസ്സിലായത്. മറ്റവൻ്റെ ആങ്ങിത്താങ്ങിൻ്റെ നടത്ത കണ്ടപ്പോഴേ അറിയുന്നത് കേക്ക് ഇങ്ങനെ തന്നെ ആവുന്നു. കേക്ക് ഏതായാലും പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു സൈഡ് മൊത്തമായിട്ട് ചെരിഞ്ഞ് വയ്ക്കുന്നു. പിന്നെ നേരാക്കാനൊക്കെ കുറേ നോക്കി, പക്ഷേ പറ്റിയില്ല. പിന്നെ അങ്ങനെ കൈക്ക് ഇങ്ങനെ അടർന്ന് പോരുകയാണ്. അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നും കരുതി. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഗൈസിൻ്റെയാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് സർപ്രൈസ് കിട്ടിയ ഇതെത്തുന്നത്. കേക്ക് കൊടുക്കേണ്ട അടിയിലാണ് നാട്ടിൽ മറ്റേ കാക്കു ഏൽപ്പിച്ചിന് ഗിഫ്റ്റ് കൊണ്ട് തന്നത്. സത്യത്തിൽ ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്നോട് സർപ്രൈസ് ഇപ്രാവശ്യം ഒന്നും ഇല്ലാന്നില്ല തന്നെയാണ് പറയുന്നത്. ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ല. അത് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണമല്ലോ, ഒന്ന് പുറത്ത് പറഞ്ഞാൽ കരുതിയിട്ട് മക്കൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങി ഞാൻ നാട്ടിൽ വീട്ടിൽ പോകുന്നത്. ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോഴൊക്കെ അയച്ചായിരുന്നു അതിലേക്ക് അതാ അയച്ചായിരുന്നു. ഞാൻ എപ്പോഴാ കാണണ്ടേ
തസ്ലീമല്ലേ ഓളതാക്കി എന്നിട്ട് ഞങ്ങൾ രണ്ടാളും മിന്നാന്ന് വൈകുന്നേരം പോയി വാങ്ങി കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ഇത് ഫോട്ടോ എടുക്കട്ടെ ഇതിപ്പോ ഞാൻ ഇങ്ങനത്തെ രണ്ട് സർപ്രൈസ് തരാൻ വന്നതാണ് ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെ ചടങ്ങിലൂടെ കടന്നു പോയിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു വുഡൻ്റെ ഫ്രെയിമിൽ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അടിപൊളിയൊരു വർക്ക് ആയിരുന്നു. കാരണം നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു റിങ്ങും അതിന് വന്നിട്ടുണ്ട്. അതിന് ഇത് എൻ്റെ കസിന് ചെയ്ത് കൊടുത്ത വർക്കാണെന്നാണ് പറഞ്ഞത്. എന്നാലും സത്യം പറഞ്ഞാൽ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കരുതിയിട്ടാണ് ഞാൻ ഡ്രസ്സ് പോയി വാങ്ങിയത്. സംഭവം ഇങ്ങനെ ഉള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത് കുറച്ചേരം കാണണം. അതേ ഗായ്സ് ആ ബോക്സിൻ്റെ ഉള്ളിലത്തെ പൂക്കളും ഇതൊക്കെ ഓരോന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് എടുക്കലേ കേടെടുക്കലെന്ന് പറഞ്ഞാൽ വെച്ചത്. ഇനി അടുത്തത് നമ്മളെ എന്താ റിച്ചിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞു. ഗിഫ്റ്റ് ലെറ്റർ എന്താണെന്ന് നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ, ഇന്ന് 20-ാം തീയതി നിങ്ങളുടെ ബർത്ത്ഡേ തന്നെ. സന്തോഷമായിരിക്കട്ടെ. ഞങ്ങളെ രണ്ടാളെ പേരും അറബിയിൽ എഴുതിയിട്ടുള്ളതാണ്. ഓള് രാവിലെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു കേക്കൊന്നുമില്ലേ, ഞങ്ങൾക്ക് ചിലവൊന്നുമില്ലേ ചോദിച്ചു. ചിലവില്ല ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളേതായാലും അങ്ങോട്ട് വരുന്നുണ്ട് എന്നല്ല പറയാതെ ചെല്ലണമെന്ന് എന്നെ കരുതിയത്. പക്ഷേ എന്താ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഓളെ മനസ്സിൽ ഓള് ഇതൊക്കെ സെറ്റ് ചെയ്താണ് നിൽക്കുന്നു. പക്ഷെ ഞാൻ ഉമ്മാക്ക് ഡ്രസ്സ് വാങ്ങണം എന്നുള്ളതുണ്ടായിരുന്നു. വാങ്ങാൻ അങ്ങനെ ആകുമ്പോൾ എനിക്ക് പുറത്തേക്ക് പോകും വേണം. അപ്പോൾ ഓളെ കഴിവ് പരമാവധി ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് നിർത്തിക്കേനും. പിന്നെ ഏതായാലും ഉമ്മാക്ക് ഡ്രസ്സ് വാങ്ങിയത് ഉമ്മ കടയിലെത്തിയിട്ടാണ് അറിയുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ കേക്ക് ഞാൻ ഇവിടേക്ക് കൊടുന്നു കൊടുക്കലാണ്. ഇപ്രാവശ്യം എന്നാൽ ഇവിടെ വന്നിട്ട് തന്നെ മുറിച്ചാൽ അവിടുന്ന് ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ മാത്രം മുറിച്ച് ഇതാക്കണ്ടല്ലോ കരുതി. ഇപ്രാവശ്യം എന്നാൽ ഓളടുത്തേക്ക് വന്നിട്ട് തന്നെ കേക്ക് ഇവിടുന്ന് മുറിച്ചാന്ന് കരുതിയിട്ടാണ്. അത് ഓളോട് പറയാതെ വരണമെന്ന് എൻ്റെ മനസ്സിൽ. പക്ഷേ ഓള് വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരികയാണ്, അവിടുന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതല്ല വീഡിയോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവിടെ പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ശരിക്കും കിട്ടൂല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ഒരിക്കലും ഇങ്ങനെ സർപ്രൈസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റും കാര്യങ്ങളും തരലുണ്ട്. പക്ഷേ അതൊക്കെ പക്ഷേ ഇത്രയും പ്രതീക്ഷ ഇത് കാരണം തീരല്ല. മറ്റേ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ കിട്ടിയതായിരുന്നു. കരുതിനു എന്തെങ്കിലും തരണമെന്ന്. പക്ഷേ ആളെ സിറ്റുവേഷൻ അവിടെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിനു ഇല്ല പ്രാവശ്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കരുതിന്. എന്നാലും ഡബിൾ ഹാപ്പി. ഇവൻ ഇത് കിട്ടിയപ്പോൾ തൊട്ട് അത് കയ്യിൽ നോക്കാൻ നടക്കുന്നത്. നമുക്ക് എന്താണോ ഭയങ്കര ഇഷ്ടമായിക്കണ്. അത് എപ്പോഴും കയ്യിൽ ഒപ്പം വെച്ച് അത് നടക്കണോടൊക്കെ കൊണ്ടുപോയി വെക്കാണ്. ലാസ്റ്റ് അത് അതിനൊരു ബാക്കിലൊരു സ്ക്രൂ ഉണ്ടായിരുന്നു, ഒരു വലിയൊരാണി. അതിങ്ങനെ സ്കാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇടുക എന്നൊക്കെ കുറേ നോക്കുന്നുണ്ട്. അപ്പോൾ വലിയത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കുകയാണ്. അമ്പതല്ലേ ഞാനും ഒരാളുണ്ട് മൂന്നെണ്ണത്തുമ്പോ അത് എങ്ങനെയും വെക്കാണെങ്കിലും അതിങ്ങനെ വെക്കണേണ്. അങ്ങനെ വെച്ചോ നോക്കട്ടെ. നീ കേട്ടോ
അപ്പോൾ ഗായ്സ് കേക്ക് കട്ട് ചെയ്യലും ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ നാത്തൂന് ഇവിടെ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. പഴംപൊരിയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ മാവൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴംപൊരിയൊക്കെ ആയി. ഇത് പറഞ്ഞ് ഓള് ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശർക്കരയും മൈദയും ആട്ടപ്പൊടിയും അങ്ങനെ മിക്സ് ആക്കിയിട്ട്. അപ്പോൾ അതിനുള്ള ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. ഞങ്ങളിന്ന് മിസ്റ്റർ ചായയിലൊക്കെ പോയി ചായ അടിച്ചു. എന്നെ പറഞ്ഞ് മിസ്റ്റർ സിനുവിൻ്റെ ചായ കുടിച്ച അങ്ങോട്ട് പുതിയ ഇരിക്കാനോ? ഓനോടൊന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഓൻ്റെ ആ സീറ്റ് പോന്നെ പുതിയണ്ണിന് ഇരിക്കാനാണ്. എന്നാൽ പുതിയണ്ണ ആരാന്ന് വെച്ചാൽ ഓൻ്റെ പെങ്ങൾ തന്നെയാണ്. അത് വെറുതെ കളിയാക്കുന്നതാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും സെറ്റായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇതോടെ നമ്മളെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ വ്ളോഗാണ്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്കും അറിയാം, കേൾക്കണം നിങ്ങൾക്കും അറിയാം. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക.